പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 119 105 വാക്യം. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിനു വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ആമേൻ. ഹല്ലേലൂയ. ഈശോയിൽ പ്രിയരെ, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു വചനമാണ് നാം ഇന്ന് കേട്ടത്. എങ്ങനെ ജീവിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും തിരഞ്ഞ് ഒരു ക്രിസ്ത്യാനിക്ക് അലയേണ്ട കാര്യമില്ല. കാരണം നമുക്ക് സ്വീകരിക്കുവാൻ മാംസമായി മാറിയ വചനമായ നമ്മുടെ ഈശോയും മാർഗനിർദ്ദേശങ്ങളുമായി എഴുതപ്പെട്ട വചനമായ വിശുദ്ധ ഗ്രന്ഥവുമുണ്ട്. ബൈബിൾ എന്ന പദത്തിലെ ഇംഗ്ലീഷ് അക്ഷരങ്ങളെ ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലീവിങ് എർത്ത്, അഥവാ ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുൻപ് പാലിക്കേണ്ട അടിസ്ഥാന നിർദ്ദേശങ്ങളുടെ ചുരുക്കെഴുത്തായി പറയാറുണ്ട്. നമുക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം ദൈവം ഈ ഗ്രന്ഥത്തിലെ ജീവനുള്ള താളുകളിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമ്മുടെ ജീവിതങ്ങൾക്ക് പ്രത്യാശയുടെ തിരിയിട്ട് ദൈവം തെളിച്ചു നൽകിയ കിടാവിളക്കാണ് അവിടുത്തെ വചനം. ജീവിതയാത്രയിൽ നമ്മൾ കടന്നു പോകുന്ന കനൽപാതകളിൽ നാം ചിലപ്പോൾ പൊള്ളലേറ്റ് വീഴാറുണ്ട്. മറ്റു ചിലപ്പോൾ ഒരു തരി വെട്ടം പോലും കാണാതെ ഇരുട്ടിലലയുന്ന അനുഭവം നമുക്കുണ്ടാകാറുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിലുള്ള നമ്മുടെ പിതാവിൻ്റെ ഹൃദയത്തോളം നീളുന്ന ഒരു പാതയാണ് നാം നടന്നു തീർക്കേണ്ടത്. ആ യാത്രയിലുടനീളം നമുക്ക് വെളിച്ചമായി അവിടുന്ന് നൽകിയ ദൈവവചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ സുഖദുഃഖങ്ങളിൽ ഈ വചനം നമുക്ക് കൂട്ടായിരിക്കട്ടെ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.